ഓരോ തവണ സിദ്ധുവിന്റെയും ദേവികയുടെയും കല്യാണം എന്ന് പറയുമ്പോ ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, നീറ്റില്, അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. എന്നിട്ട് ഞാനത് ചെയ്യുന്നു. എന്തിനാ? സിദ്ധുവിനെ നേടാൻ വേണ്ടി തന്നെ എല്ലാരും കരുതുന്നത് ഞാൻ മാറിയെന്ന്. മാറിയത് ഞാനല്ലെന്ന് അവർക്ക് അധികം വൈകാതെ മനസ്സിലാവും. എന്റെ ലക്ഷ്യം ഞാൻ നേടും റൂബി. ഈ ഞാണിന്മേൽ കളിയുടെ അവസാനം അത് തന്നെയായിരിക്കും സംഭവിക്കുക. എല്ലാം നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കട്ടെ. ഒരു ഗുഡ് ന്യൂസിന് വേണ്ടി ഞാനും കാത്തിരിക്കാൻ തുടങ്ങുക. ന്യൂസല്ല, ഇൻവിറ്റേഷൻ. ഞങ്ങൾ വിവാഹിതരായി, റിസപ്ഷൻ നടക്കുന്നു, വരണം. അതല്ലേ വേണ്ടത്? അത് തന്നെയാ വേണ്ടത്. അതുണ്ടാവും. എന്ത് വില കൊടുത്തും ഞാൻ അവിടെ കൊണ്ടെത്തിക്കും. നീ പേടിക്കണ്ട. അത് മതി. ഈ ആത്മവിശ്വാസമാ നിനക്കിപ്പോ ഉണ്ടാവേണ്ടത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡിയർ. ഒന്ന് നിന്നേ. ഇതാരുടെ ബുദ്ധിയാ? നിന്റെ ആണോ അതോ സിദ്ധുവിന്റെ ആണോ? മനസ്സിലായില്ല. കല്യാണത്തെ കുറിച്ചാ ഞാൻ ചോദിച്ചത്. അത് ചോദിക്കാൻ നീ ആരാടാ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് മനസ്സിലാക്കിയാ കൊള്ളാം. എടാ ചെറുക്ക, ഞാനും സിദ്ധുവും തമ്മിൽ കല്യാണം കഴിക്കാത്തതിന് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. എന്റെ സമ്മതക്കുറവ്. ഞാനൊരു യെസ് മൂളിയ. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ അത് നടക്കും. നീ എന്നല്ല, ആര് വിചാരിച്ചാലും അത് തടയാൻ പറ്റില്ല. എന്താ, നിനക്ക് സംശയം വല്ലതുണ്ടോ? നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാരും കേൾക്കെ കല്യാണത്തിന് എതിരാണെന്ന് വരുത്തുക, എന്നിട്ട് പെട്ടെന്നൊരു ദിവസം കേറി അങ്ങ് കെട്ടുക. അങ്ങനെ എങ്ങാനും ചെയ്താ ഇല്ല, നീ അത് ചെയ്യില്ല. നിനക്ക് ബുദ്ധിയുണ്ട്. ഇനി ഒരു നഷ്ടം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന് നീ ആഗ്രഹിക്കും. ഒരിക്കൽ വിധവയായ നീ വീണ്ടും ഒരിക്കൽ കൂടി വെള്ളസാരി ഉടുത്ത് കാണാൻ ആഗ്രഹമില്ലാത്തോണ്ട് പറയാ. എന്തെങ്കിലും അബദ്ധം ചിന്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് മായ്ച്ചു കളയുന്ന നല്ലത്. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ചുമ്മാ പേടിപ്പിക്കല്ലേ ശരത്തെ. നിനക്ക് അറിയാലോ, എന്റെ സുധിയേട്ടൻ മരിച്ചപ്പോ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിച്ചവളാ ഞാൻ. ഈ വീട്ടുകാർക്ക് വേണ്ടിയാ ഞാൻ പിന്നെ ജീവിച്ചത്. ഇത്ര കാലം ജീവിച്ചോളാംന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല. അതുകൊണ്ട് എന്നെ വീണ്ടും വിധവയാക്കി കളയും എന്ന് പറഞ്ഞതിന്റെ ഭീഷണി ഉണ്ടല്ലോ, അതങ്ങ് കൈ വച്ചാ മതി. നീയോ നിന്റെ കുടുംബക്കാരും മൊത്തത്തിൽ ശ്രമിച്ചാലും അത് നടക്കില്ല. നിനക്കെന്നെ ശരിക്കും അറിയത്തില്ല. നീ കാണുന്ന ശരത്തല്ല ശരിക്കുള്ള ശരത്ത്. അതെനിക്കറിയാം. നീ കാണുന്ന ആളേ അല്ലാന്ന്. നിന്റെ ഉള്ളില് നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന യഥാർത്ഥ ശരത്തുണ്ടല്ലോ, ആ ശരത്തിനെ പുറത്തു കൊണ്ടുവരാനാ ഞാൻ ശ്രമിക്കുന്നത്. എന്നെങ്കിലും എനിക്കത് സാധിക്കുമെന്ന് നല്ല ഉറപ്പുണ്ട്. അതുവരേ ഉള്ളൂ നിന്റെ ഈ നെഗളിപ്പൊക്കെ. പിന്നെ എന്റെ കല്യാണം, അത് ഞാൻ തീരുമാനിച്ചോളാം. എന്റെ ജീവിതം ഡിസൈൻ ചെയ്യാൻ ഞാൻ പുറത്തുനിന്ന് ആരെയും ക്ഷണിക്കുന്നില്ല. ആവശ്യമുണ്ടെങ്കിലേ ഞാൻ അറിയിച്ചോളാം. അപ്പൊ അഭിപ്രായം പറഞ്ഞാ മതി. ആദ്യമായിട്ടാ നീ കൊല്ലുന്നു ഭീഷണിപ്പെടുത്തുന്നത്. അപ്പൊ നിനക്കതിന് കഴിയും. ഓർമ്മയിൽ വെച്ചോളാം നിന്റെ ഈ ഭീഷണി. എന്നെങ്കിലും എനിക്കത് ഉപകരിക്കും.
എന്തിനെങ്കിലും. എന്താ ശരത്തേട്ട ഇവര് പറഞ്ഞേ? എന്താ ശരത്തേന്റെ മുഖമല്ലാതിരിക്കുന്നെ? എന്നെ കൊന്നു കളയുന്ന ഇവരുടെ ഭീഷണി. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നിത്യക്കുട്ടിയും ഈ വീട്ടുകാരെ സ്നേഹിച്ചു, അതിന് ഇത്ര ദേഷ്യം കാണിക്കണോ? ദേ കണ്ടോ കണ്ടോ, ആ കണ്ണുകളുണ്ടോ? എന്നെ ദയിപ്പിച്ചാലുള്ള പകയുണ്ട് കണ്ണുകളിൽ. എനിക്കെന്തെങ്കിലും പറ്റിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല നിത്യമോളെ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അതിനൊരൊറ്റ കാരണക്കാരിയേ ഉള്ളൂ, ഇവര്. ശരത്തേട്ടനെ തൊടാനേ ഇവർക്ക് ധൈര്യമുണ്ടോ? എങ്കിലേ അതൊന്നും എനിക്ക് കാണണമല്ലോ. ദേ മര്യാദക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. കയ്യില് പല വേലത്തരങ്ങളും ഉണ്ടെന്ന് എനിക്ക് അറിയാം. 2 ഫേസല്ലേ, 2 മുഖം. അതെ, ഇവിടെ ഇറക്കണ്ട, ചെലവാവില്ല. ഞാനല്ല ഈ വീടിന്റെ ശത്രു. ദേ ഈ നിൽക്കുന്ന ശരത്ത. അത് നിനക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ ആവണ്ട. ഞാൻ എന്ത് ചെയ്തു നിങ്ങൾ ഈ പറയുന്നേ? സിദ്ധു വക്കീലിനെ കല്യാണം കഴിക്കണമെന്ന് ഉപദേശിച്ചോ? അതിനിങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ? എന്നായാലും ഒരു ജീവിതം വേണം, അത് എത്രയും പെട്ടെന്ന് നേടിയെടുക്കുന്നല്ലേ ബുദ്ധി. അത് പറഞ്ഞാ നിത്യമോളെ ഈ കോലാഹലം മൊത്തം ഉണ്ടാക്കിയത്. എനിക്കറിയാം ശരത്തേട്ടാ, ഇവർ ശരിക്കും ആരാണെന്ന്. ഈ വീട്ടിലുള്ളവർക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം. അതുകൊണ്ടാ ഇവർ ഈ വീട്ടിൽ നിൽക്കുന്നെ. വന്ന പട ഇറക്കി വിടണമായിരുന്നു, അത് ചെയ്തില്ല. അതിന്റെ ശിക്ഷയാ നമ്മളിപ്പോ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, സാരമില്ല മോളെ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. നിത്യമോളെ പറയുന്നത് കേൾക്കുമ്പോഴാ സഹിക്കാൻ പറ്റാത്തത്. കാരണം നിത്യമോളെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതെനിക്ക് അറിയാലോ. ശരത്തേട്ടന്റെ ഇഷ്ടം അതാണ് എന്റെ ബലം. ഈ ബലം എന്നും എന്റെ കൂടെ ഉണ്ടാവണം. ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഞാൻ മരിക്കണം, എങ്കിലേ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും. എന്റെ ഭാഗ്യമാ ഇങ്ങനെ ഒരാളെ കിട്ടിയത്. നിത്യമോളെ ഒരു മിനിറ്റ്. എന്നെ സംശയമൊന്നും തോന്നിയില്ലല്ലോ അല്ലേ? ഇല്ല, അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നല്ലോ നിന്റെ മുഖത്ത്. ഭീഷണിയാണല്ലോ എടുത്തേ. ആകെ കലിതുള്ളി നിൽക്കും അവൻ. നീയായിട്ട് പ്രകോപനൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചേച്ചി ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ ലോകത്ത് പ്രാണന് തുല്യം സ്നേഹിക്കുന്ന എന്റെ ചേച്ചിയുടെ മുഖത്ത് നോക്കിയ ഇങ്ങനെ ഓരോന്ന് എനിക്ക് പറയേണ്ടി വരുന്നു. അതൊക്കെ അഭിനയമല്ലേ നിത്യമോളെ? ആണ്, എന്നാലും എനിക്ക് വിഷമം തോന്നാറുണ്ട്. വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയാ നമ്മളിപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടിരുന്നല്ലോ അവന്റെ ഭീഷണി. ശരിക്കും ഒരു ക്രിമിനലിന് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കൂ. കൊല്ലും അത്രേ, ഇനിയും വെള്ളസാരി ഉടുപ്പിക്കും അത്രേ. വേണ്ടി വന്ന അവൻ അതും ചെയ്യും. അത്ര ക്രൂരനാ ശരത്ത്. ചേച്ചി, ഇതിനൊരു തിരിച്ചടി കൊടുക്കണ്ടേ? അവൻ ഭീഷണിപ്പെടുത്തുന്നു, നമ്മൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ ചെയ്യണ്ടേ? എന്ത് ചെയ്യണമെന്നാ നിന്റെ ആഗ്രഹം? അവൻ മരിക്കണം. കൊല്ലാനോ? അതെ. അത് വേണ്ട നിത്യ. ശരത്ത് മരിച്ച അതിൽ കേസ് അന്വേഷണം ഉണ്ടാവും. പ്രഭാവതി എന്ത് വില കൊടുത്തും കേസ് നടത്തും. അകത്ത് പോകുന്നത് മോളായിരിക്കും. എന്തിനാ അവനെ പോലൊരാളെ കൊന്നിട്ട് നീ നിന്റെ ജീവിതം കളയുന്നത്? അതല്ല വേണ്ടത്.
പക്ഷെ അവനൊരു ശിക്ഷ കൊടുക്കാൻ വേണം. എന്നാ നമ്മളാണത് ചെയ്തതെന്ന് ആരും അറിയാൻ ചെയ്യരുത്.